അസ്സലാമലൈക്കും. ഞാൻ സാഹിദ. ഞങ്ങൾ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ. ഇത് ഞാനൊരു ഗൗണ് സ്റ്റിച്ച് ചെയ്തതാണ്. ഫ്രണ്ടിൽ ഓപ്പൺ ആണ് കേട്ടോ. അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഉള്ളിൽ ഏതെങ്കിലും ഒരു ഗൗണോ എന്തെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. പർദ്ദ ഇട്ടാലും മതി. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഷാളും ഇട്ടാൽ മതി. ഇത് ഞാൻ 2 ഗൗൺ അതിൻ്റെ ഉള്ളിലിട്ട് അതിനെല്ലാതും ചേരും കേട്ടോ ഈ ഒരു ഗൗണിന്. എന്നിട്ട് കൈ ഞാൻ ലൂസിൽ തയ്ച്ചിട്ട് ഒന്ന് മേലക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കണം കേട്ടോ. ഒരു നീല ഗൗൺ ഇട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു റെഡ് ഗൗൺ ഇട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഷാൾ ഇട്ടാൽ മതി. അപ്പോൾ ഏതിലേക്ക് വേണമെങ്കിലും അങ്ങനെ ഇടാം കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഇത് ആൽഫൈൻ ബിറ്റാണ് കേട്ടോ. ആൽഫൈൻ മാക്സി ബിറ്റാണ് ഇത് കേട്ടോ. ആൽഫൈൻ അറിയാമല്ലോ നിങ്ങൾക്ക്, നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. റയോണിനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല കട്ടി ഉണ്ടാവും, പിന്നെ റയോണ് പോലെ തൂങ്ങൂല. ആൽഫൈന എടുത്തൊരുക്കറിയാം കേട്ടോ. അത് നല്ല മെറ്റീരിയലാണ്. ടോപ്പ് അടിക്കാം, മാക്സി അടിക്കാം കേട്ടോ. 3 മീറ്റർ, കറക്റ്റ് 3 മീറ്ററാണ് കേട്ടോ. എന്താണ് സ്ലീവ് കൈക്കുഴി വെട്ടാതെ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 3 മീറ്ററൊക്കെ മതിയാവും. 56 സൈസിന്, 56 സൈസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ. 56 അല്ല, 56, 8 ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് കൈ കാണലോ കിട്ടാത്തത്. അപ്പോൾ നമുക്ക് കൈക്കുഴി വെട്ടാം. ഇതിന് 271 കേട്ടോ റേറ്റ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. അപ്പോൾ കൈക്കുഴി വെട്ടാതെ കണ്ടിട്ട് എല്ലാവർക്കും പ്രശ്നം തികയണില്ല എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് നീളം വീതിയൊക്കെ ഉള്ള പോലൊക്കെ തോന്നിട്ടാ. റയോണിൻ്റെ ബിറ്റ് അല്ല, ഇത് ഈ ആൽഫൈൻ്റെ ബിറ്റ്. ഇത് 320 കേട്ടോ. ആ കളറുകളാണ് കേട്ടോ ആൽഫൈൻ ബിറ്റുകൾ ഉള്ളത്. കണ്ടില്ലേ, നല്ല നല്ല അടിപൊളി ഒരു ലൈറ്റ് കളേഴ്സാണൊക്കെ. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് 320 അജ്രക്കാണ്. 218. പിന്നെ ഇത് ബോർഡർ മാക്സിയാണ് വരുന്നത് കേട്ടോ. 320 മെറൂണുണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു കോഫി ബ്രൗൺ. ഇതിലും അങ്ങനെ തന്നെ കേട്ടോ. റെഡ് വരുന്നില്ല ഇതിൽ രണ്ടിലും. ഇത് ബോർഡർ വരുന്ന 198 3 മീറ്റർ ആണ് കേട്ടോ. 3 മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുക. കൈക്കുഴി വെട്ടണ്ട, കൈക്കുഴി വെട്ടാതെ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ഷേപ്പാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. അപ്പോൾ തികയാതിരിക്കൂല, തുണി തികയാതിരിക്കൂല. ഞാനത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം എന്താണ് എങ്ങനെയാണ് കൈക്കുഴി വെട്ടാതെ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗൗണ് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും ഇത് 3ൻ്റെ തന്നെയാണ്. ഗൗണ് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും 3 മീറ്റർ എടുത്താൽ മതി. ഞാനിപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിരിക്കണ അത് 3 മീറ്ററാണ്, ശരിക്കും 3 മീറ്ററാണ്. 60 ഇഞ്ച് വിടുത്താണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിന് ഫ്രണ്ടിൽ തന്നെ കുറേ ഒരു 2-3-4 ഞെറിവ് ഇട്ട്, ഒരു സൈഡ് 4 ഞെറിവ്, ഒരു സൈഡ് 4 ഞെറിവ്. ഇത് റിച്ചുവാടി പ്രിൻ്റാണ് കേട്ടോ. കൈക്കുഴി അതിനും വെട്ടിയിട്ടില്ല. ഫ്രണ്ടിൽ യോക്ക് വെട്ടിയിട്ടുണ്ട്, ബാക്ക് യോക്ക് വെട്ടാതെയാണ് ഗൗണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അത് 3 മീറ്ററാണ്. അതും ഞാൻ എന്താണ് കൈക്കുഴി വെട്ടാതെ കണ്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കൈക്കുഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് തികയില്ല. അപ്പോൾ കൈക്കുഴി വെട്ടിയില്ല. ഇതാട്ടാ അടിക്കാന്ന് പറഞ്ഞിട്ടാ. ഇങ്ങനെ 2 മടക്കിലിടുക. ഇതിപ്പോൾ 4 മടക്കാം. 1 2 4 അല്ല 2 4. എന്നിട്ട് അപ്പോൾ നമുക്ക് തുണി അധികം പോകൂല. എന്നിട്ട് ഇവിടെ കഴുത്ത് ശരിയാക്കുക, പിന്നെ കൈക്കുഴി. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇതാക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടുക. ചോക്കുണ്ടോ? എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ചോക്കൊക്കെ കഴിഞ്ഞിരിക്കണം, അവിടുത്തെ ചോക്കും കഴിഞ്ഞിരിക്കണം. എന്നിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് അപ്പോൾ കൈക്കുഴി ഇങ്ങനെ വരൂല. എന്നിട്ട് ഇതിനെടുത്തിട്ട് ഇവിടെ പിന്നെ ഷേപ്പും ഇതൊക്കെ വെട്ടുക. ഷേപ്പൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പായിട്ട് വെട്ടിയിട്ട് അത് വരക്കൊണ്ട് കൊണ്ടുപോവുക. ഇവിടുന്ന് ഇത് വരക്കെ ഇവിടുത്തെ വെട്ടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇത്രയും കൈ കിട്ടും. ഇത് കൈക്കുഴി ഇത്രയല്ലേ വരുള്ളൂ. അപ്പോൾ ഇത്രയും കൈ കിട്ടും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. അതായത് ഇവിടെ തിറക്കുള്ളതുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കട്ടായിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ താഴെ ഭാഗത്തുനിന്ന് കിട്ടും. ഇത്രയും കട്ടായിട്ട് കിട്ടും. അതിനെടുത്തിട്ട് ഇവിടെ അപ്പോൾ ഇതിപ്പോൾ എത്ര ഉണ്ടാവും? ഇത്രയൊക്കെ ഉണ്ടാവൂലേ? അതിനെടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കിട്ടും. അപ്പോൾ കൈ ഇത്രക്ക് കിട്ടൂലേ?
അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കി നോക്കിയിട്ടാ. ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കി നോക്കിയും പറ്റില്ലാശെങ്കിൽ നിങ്ങൾ കൈക്കുഴി വെട്ടിക്കോളും, കുഴപ്പമില്ല. ഞങ്ങൾ എന്തായാലും അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി. ഇത് റജവാടിയുടെ പ്രിൻ്റാണ് കേട്ടോ. 3 മീറ്റർ 198. അടിപൊളി പ്രിൻ്റുകളാണ്. സൂപ്പർ പ്രിൻ്റുകളാണ്. ഇളകാത്ത പോവാത്ത പ്രിൻ്റാണ് കേട്ടോ. അടിപൊളി കളേഴ്സാണ് കേട്ടോ. 5-6 കളറുണ്ട് രജവാടിയിൽ. ഷാൾനൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 മീറ്ററിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. 3 മീറ്ററിൽ മാക്സിമം അടിപൊളി. പിന്നെ ഹൈറ്റ് ഉള്ളവർക്ക് അധികം പറ്റുണ്ടാവില്ല. ഹൈറ്റ് ഉണ്ടാവുമ്പോൾ 3 മീറ്റർ 58 വരുമല്ലോ അല്ലേ. കുറച്ച് എക്സലൊക്കെ വരുമ്പോൾ ഇത് റജവാടിയുടെ വേറൊരു പ്രിൻ്റാണിത് കേട്ടോ. ഒക്കെ ലൈറ്റ് കളറാണ്. ഒക്കെ ബ്ലൂവും റെഡും ഡാർക്കൊക്കെ കൊടുത്തിട്ട് ഇതിപ്പോൾ ഇതൊക്കെ നല്ല നേരി കണ്ട അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ. റജവാടിയുടെയാണ് 198 3 മീറ്റർ. ഇത് ഷാൾനൈറ്റാണ് കേട്ടോ. കുറേ ലൈറ്റ് കളറ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരുന്നാളിനൊക്കെ കുളിച്ചിട്ട് നമുക്ക് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ലൈറ്റ് കളറൊക്കെ ഇട്ട് ഈ പച്ച ചുവപ്പിനെക്കാട്ടിലൊക്കെ എല്ലാം അടിപൊളിയല്ല. ഇത് ഷാൾനൈറ്റ് 3 മീറ്റർ 298 ഇതാട്ടോ ഇതിൻ്റെ ബ്ലൂ. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്തോളേ. ഈ വീഡിയോയിൽ മാക്സി മാത്രമേ ഉള്ളൂ കേട്ടോ. മാക്സി തുണികൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിനുള്ള. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലുമൊക്കെ കാണിക്കാൻ വെച്ചെങ്കിൽ കുറേ നേരമാവും. ഞാനിത് മുറിച്ച് ഒരു പരിവാക്കിയിരിക്കണ്. അപ്പോൾ ഇനി മുറിക്കാനുള്ളതില്ല. എന്നിട്ട് തന്നെ അത് സ്പീഡാവണ താത്ത പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഇത് ഷാൾനൈറ്റ് അജരക്കില്ല കേട്ടാ. ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചിട്ട് ഞങ്ങൾക്ക് ബോറടിക്കാണല്ലോ വിചാരിച്ചിട്ട് ഓരോന്നെടുത്ത് കാണിക്കുമ്പോഴത്തേനും കുറേ നേരമാവും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചിരിക്കുകയാണ്. ഇതാട്ടാ. ഇത് റജവാടി പ്രിൻറ്റിലാണ്. റജവാടി പ്രിൻറ്റിൽ 298 തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടിപൊളി പ്രിൻ്റ്, ഇളകാത്ത പ്രിൻ്റാണ് കേട്ടോ. പോവാത്ത പ്രിൻ്റാണ്. അത് വെച്ചിട്ട് നിങ്ങൾ കല്ലിൻ്റെ മേലെ വെച്ചിട്ട് അരച്ച് കഴുകരുത് കേട്ടോ. നമ്മുടെ കോട്ടനൊക്കെ സോഫ്റ്റ് വാഷ് എന്ന് പറയാം. സോഫ്റ്റായിട്ട് വാഷ് ചെയ്യണം. അതൊന്നും നമ്മൾ ചെയ്യില്ല. എന്നാലും തല്ലി തിരുമ്പൊക്കെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് റജവാടി തന്നെയാണ്. പ്രിൻ്റല്ല ഇത് കേട്ടോ. അത് അതിൻ്റെ മേലെ തന്നെ ഉള്ളതാണ്. ഏതാ വേണ്ടിച്ചെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, വാട്സപ്പ് ചെയ്തോളൂ. 298 തന്നെയാണ് ഇതിന് കേട്ടോ. ഷാൾനൈറ്റിക്ക് എല്ലാത്തിനും ഒരു ബ്ലൂവും ഒരു ഡാർക്ക് ബ്രൗണും. ഇത് പിന്നെ കോട്ടൻ്റെ ബാട്ടിക്കും റയോൺ ഷാളുമാണ് കേട്ടോ. കോട്ടനാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. കോട്ടനാണ്. ഷാൾ വരുന്നത് റയോണിലാണ് ഇത് കേട്ടോ. അടിപൊളിയാട്ടാ. ഇത് ടോപ്പ് അടിക്കാം നമുക്ക്. സൂപ്പറാ. ഇത് 344 കേട്ടാ. ടോപ്പ് അടിക്കുക. അധികം ടോപ്പ് അടിക്കാനാവും നല്ലത് ഉണ്ടാവുക. ടോപ്പ് അടിച്ചാൽ അടിപൊളിയാവും കേട്ടോ. എന്നാൽ ശരി കേട്ടാ. ഏതാ വേണ്ടിച്ചെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളി, വാട്സപ്പ് ചെയ്തോളിട്ടോ. അസ്സലാമു അലൈക്കും.